നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ റിലീജിയൻ ഓഫ് ചൈന. ചൈനയിലെ മതത്തെക്കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദ റിലീജിയൻ ഓഫ് ചൈന, അതിൽ വരുന്ന ടോപ്പിക്കാണ് കൺഫ്യൂഷനിസം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഹിന്ദുയിസം പോലെ മറ്റ് മതവിഭാഗങ്ങൾ ഉയർന്നു വന്നതാണ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ചൈനയിലെ മതവുമായി റിലേറ്റഡ് ആയിട്ടുള്ള, റിലീജിയനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വെബർ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. മാക്സ് വെബർ ഇൻ റിലീജിയൻ ഓഫ് ചൈന 1915 analyzed Confucianism to explain why modern capitalism did not develop in China as it did in the West. മാക്സ് വെബർ റിലീജിയൻ ഓഫ് ചൈന 1915 അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കേട്ടോ. അപ്പോൾ 1916 റിലീജിയൻ ഓഫ് ചൈന എന്ന കൃതിയിലൂടെ കൺഫ്യൂഷനിസത്തെ വിശകലനം ചെയ്ത് പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെ ആധുനിക അതായത് മോഡേൺ ക്യാപിറ്റലിസം ഡിഡ് നോട്ട് ഡെവലപ്പ് ഇൻ ചൈന ആസ് ഇറ്റ് ഡിഡ് ഇൻ ദ വെസ്റ്റ്. അതായത് മാക്സ് വെബർ റിലീജിയൻ ഓഫ് ചൈന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. 1915 രൂപം കൊണ്ട റിലീജിയൻ ഓഫ് ചൈന എന്ന കൃതിയിൽ കൺഫ്യൂഷനിസത്തെ വിശകലനം ചെയ്ത് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ, അതായത് വെസ്റ്റേൺ കൺട്രികളെ പോലെ മോഡേൺ ക്യാപിറ്റലിസം എന്ന വാദം ചൈനയിൽ വികസിക്കാതിരുന്നതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ വെസ്റ്റേൺ കൺട്രികളെ പോലെ മോഡേൺ ക്യാപിറ്റലിസം, ആധുനിക മൂലധനം അഥവാ മോഡേൺ ക്യാപിറ്റലിസം എന്തുകൊണ്ടാണ് ചൈനയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വികസിക്കാതിരുന്നത് എന്ന് അദ്ദേഹം ഏതിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു? ഇൻ റിലീജിയൻ ഓഫ് ചൈന എന്ന കൃതിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു. He described Confucianism as form of worldly asceticism, but like Protestantism, it did not promote active transformation of the world. മാത്രമല്ല അദ്ദേഹം കൺഫ്യൂഷനിസത്തെ ഒരു എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വേൾഡ്ലി അസെൻറ്റിസം, സന്യാസി ജീവിതവുമായും വിശേഷിപ്പിച്ചെങ്കിലും അദ്ദേഹം കൺഫ്യൂഷനിസത്തെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചത്? വേൾഡ്ലി അസെൻറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസി ജീവിതവുമായി വിശേഷിപ്പിച്ചെങ്കിലും പ്രൊട്ടസ്റ്റന്റിസം പോലെയുള്ള ലോകത്തെ സജീവമായി മാറ്റണമെന്ന സമീപനം അതിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റന്റിസം ഈ ഒരു റിലീജിയൻ ഓഫ് ചൈന എന്ന തിയറിയിൽ ഉണ്ടായിരുന്നില്ല. അതിലേക്ക് ലോകം മാറണം എന്ന കാര്യത്തെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ അദ്ദേഹം കൺഫ്യൂഷനിസത്തെ ഒരു സന്യാസി ജീവിതവുമായി വിശേഷിപ്പിച്ചെങ്കിലും പ്രൊട്ടസ്റ്റന്റിസത്തെക്കുറിച്ച് അതിൽ പ്രത്യേകമായിട്ടൊന്നും പരാമർശിച്ചിരുന്നില്ല. കൺഫ്യൂഷനിസം എംഫസൈസ്ഡ് ഹാർമണി, prosperity, ritual and maintenance of social order rather than innovation or economic risk taking. കൺഫ്യൂഷനിസം ഹാർമണി, അതേപോലെ തന്നെ സൗഹാർദ്ദം, പ്രോസ്പിരിറ്റി വളർച്ച, അതേപോലെ റിച്വൽ ആചാരങ്ങൾ, സോഷ്യൽ ഓർഡർ സാമൂഹിക ക്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ കൺഫ്യൂഷനിസം ഫോക്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഹാർമണി, പ്രോസ്പിരിറ്റി, റിച്വൽ, സോഷ്യൽ ഓർഡർ, ഇത്രയും കാര്യങ്ങൾക്കാണ് കൺഫ്യൂഷനിസം എന്ത് ചെയ്തത്? പ്രാധാന്യം നൽകിയത്. മാത്രമല്ല ദ ചൈനീസ് റൂളിംഗ് ക്ലാസ്, എക്സ്പെഷ്യലി ദ മാൻഡറിൻ, ഫോക്കസ്ഡ് ഓൺ മോറൽ കണ്ടക്ട്, മാനേഴ്സ് ആൻഡ് സ്റ്റെബിലിറ്റി. ചൈനയിലെ ഭരണകൂട വർഗമായ മാൻഡറിനുകൾ, അതായത് ദ ചൈനീസ് റൂളിംഗ് ക്ലാസ് എക്സ്പെഷ്യലി മാൻഡ്രെയിൻസ്, ചൈനീസ് ഭരണകൂടത്തെ ഏത് പേരിൽ അറിയപ്പെട്ടത്? മാൻഡ്രെയിൻസ്. ഫോക്കസ്ഡ് ഓൺ മോറൽ കണ്ടക്ട്, ധാർമ്മികപരമായ കാര്യങ്ങൾക്കും, മാനേഴ്സ് ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പോൾ ചൈനീസ് ഭരണകൂടമായിട്ടുള്ള മാൻഡേഴ്സ് ഫോക്കസ് ചെയ്തത് മോറൽ കണ്ടക്ട്, മാനേഴ്സ്, സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു.
മാത്രമല്ല എക്കണോമിക് ആക്ടിവിറ്റി വാസ് സബോർഡിനേറ്റഡ് ടു എത്തിക്കൽ ആൻഡ് സോഷ്യൽ കൺസിഡറേഷൻ. അതേപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും അവർ എന്ത് നൽകി? സാമൂഹികമായ കൺസിഡറേഷൻ കൊടുത്തു, പരിഗണന കൊടുത്തിരുന്നു. എക്കണോമിക് ആക്ടിവിറ്റി വാസ് സബോർഡിനേറ്റഡ് ടു എത്തിക്കൽ ആൻഡ് സോഷ്യൽ കൺസിഡറേഷൻ. അപ്പോൾ അവർ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ എന്ത് നൽകി എന്നാണ് പറയുന്നത്? പരിഗണന നൽകുകയും as a result value such as consideration, as a result value such as restraint, tradition and adjustment to the existing order discourage the development of a capitalist spirit. അതേപോലെ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് വാല്യൂ as a result ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് വാല്യൂ സച്ച് ആസ് കൺസിഡറേഷൻ, as a result വാല്യൂ സച്ച് ആസ് റെസ്ട്രെയിൻ, ട്രഡീഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. മൂല്യങ്ങളെ അവർ റെസ്ട്രെയിൻ ചെയ്തത് ട്രഡീഷനിലൂടെയും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ആയിരുന്നു. മാത്രമല്ല ടു ദ എക്സിസ്റ്റിംഗ് ഓർഡർ ഡിസ്കറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് സ്പിരിറ്റ്. മൂലധനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതൊന്നും എന്തായില്ല, ഇതുകൊണ്ടൊന്നുമുള്ളൊരു ഗുണം ഉണ്ടായില്ല. മാത്രമല്ല ഡിസ്കറേജ് ചെയ്യത് ക്യാപിറ്റലിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ അതെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ദസ് വെബർ കൺക്ലൂഡഡ് ദാറ്റ് കൺഫ്യൂഷനിസം എത്തിക്സ് വെർ അൺഫേവറബിൾ ടു ദ ഗ്രോത്ത് ഓഫ് മോഡേൺ ക്യാപിറ്റലിസം. അതുകൊണ്ട് തന്നെ വെബർ ഇതിനൊരു കൺക്ലൂഷൻ നൽകുകയാണ്. വെബർ കൺക്ലൂഡഡ് ദാറ്റ് കൺഫ്യൂഷനിസം എത്തിക്സ് എന്തിൻ്റെ വളർച്ചയ്ക്ക് ഫേവറബിൾ ആയിരുന്നില്ല? ഗ്രോത്ത് ഓഫ് മോഡേൺ ക്യാപിറ്റലിസം. മോഡേൺ ക്യാപിറ്റലിസത്തിൻ്റെ ഗ്രോത്ത് പറഞ്ഞാൽ വളർച്ച, മോഡേൺ ക്യാപിറ്റലിസത്തിൻ്റെ ഗ്രോത്തിന് അൺഫേവറബിൾ ആയിട്ടാണ് എന്തിനെ കണ്ടത്? കൺഫ്യൂഷനിസത്തെ വെബർ മനസ്സിലാക്കിയത്. അപ്പോൾ ചൈനയിൽ കൺഫ്യൂഷനിസം ആയിരുന്നു നിലനിന്നിരുന്നത്. മാത്രമല്ല ഈ കൺഫ്യൂഷനിസം ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ കൺഫ്യൂഷനിസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഗ്രോത്തും എന്തായി? അൺഫേവറബിളായി എന്നാണ് പറയുന്നത്. മൂല്യങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? ട്രഡീഷനും അഡ്ജസ്റ്റ്മെൻറ്റിനും ഒക്കെ ആയിരുന്നു. മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പാരമ്പര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ ചൈന പ്രാധാന്യം കൊടുത്തത് എന്ന് ചൈനയിലെ മതപരമായ കാര്യത്തെ ആര് വിമർശിക്കുകയാണ്? മാക്സ് വെബർ ക്രിറ്റിസൈസ് ചെയ്യാണ്. പിന്നീടാണ് ചൈനയുടെ രീതിയൊക്കെ മാറിയിട്ടോ. ലോ കോസ്റ്റ് ആൻഡ് മാക്സിമം, അതായത് കുറഞ്ഞ ചെലവിലൂടെ പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ദിശയിലേക്കൊക്കെ പിന്നീട് ചൈന മാറിയെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ ചൈനയിൽ കൺഫ്യൂഷനിസമാണ് നിലനിന്നിരുന്നത്. ആ കൺഫ്യൂഷനിസം എന്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല? ക്യാപിറ്റലിസത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല. മോഡേൺ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്കും അവർ കൺഫ്യൂഷനിസം ഫേവറബിൾ ആയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചൈനയിൽ നിലനിന്നിരുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആര് പ്രസ്താവിക്കുന്നത്? മാക്സ് വെബർ ആർഗ്യൂ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ആൻഷ്യൻ്റ് ജുഡായിസം. എന്താണ് ആൻഷ്യൻ്റ് ജുഡായിസമും അതേപോലെ തന്നെ പിന്നെ ദുർക്കേമും വെബറും കമ്പാരിസൺ ചെയ്യുന്ന തിയറിയും. അത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾക്ക് കൂടുതലായിട്ട് അടുത്ത ഭാഗങ്ങളിലായിട്ട് അനലൈസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക, നന്നായി ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആൻഷ്യൻ്റ് ജുഡായിസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. മാക്സ് വെബർ Ancient Judaism written between 1917 to 1919 is crucial for understanding social and religious changes in the Western world. അതായത് മാക്സ് വെബർ 1970 to 1919 കാലഘട്ടത്തിൽ രചിച്ച ആൻഷ്യൻ്റ് ജുഡായിസം എന്ന ഈ ഒരു കൃതി പാശ്ചാത്യ ലോകത്തിലുണ്ടായ സാമൂഹികവും മതപരമായ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനായി അതീവ പ്രധാനപ്പെട്ട ഒരു കൃതിയായിരുന്നു.
വളരെയധികം പ്രധാനപ്പെട്ട ഒരു കൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആൻഷ്യൻ്റ് ജുഡായിസം. 1970 to 1990 കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് രചിച്ചത്. മാത്രമല്ല സാമൂഹികപരമായിട്ടും അതെ സോഷ്യൽ ആൻഡ് റിലീജിയസ് ചേഞ്ചസ്, അതായത് പാശ്ചാത്യ ലോകങ്ങളിൽ സാമൂഹികമായിട്ടും മതപരമായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ കൃതി സഹായിച്ചു. വെബർ വ്യൂഡ് ജുഡായിസം ആസ് ദ ഫെഡ്ബഡ് ഓഫ് വേൾഡ് ട്രാൻസ്ഫോമിംഗ് റിലീജിയൻ സച്ച് ആസ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം പോലുള്ള ലോകത്തെ മാറ്റിമറിച്ച മതങ്ങളുടെ ഇത്തരത്തിലുള്ള മതങ്ങളെക്കുറിച്ചായിരുന്നു ജുഡായിസം എന്ന പേരിൽ വെബർ ഈ ഒരു കൃതി രൂപം കൊടുത്തത്. എന്തിനൊക്കെ കുറിച്ചാണ് അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത്? വെബർ വ്യൂഡ് ജുഡായിസം ആസ് ഫെഡ്ബഡ് ഓഫ് വേൾഡ് ട്രാൻസ്ഫോമിംഗ് റിലീജിയൻ സച്ച് ആസ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. അതായത് ലോകത്തെ തന്നെ എന്ത് ചെയ്യുക, മാറ്റിമറിച്ച മതങ്ങളുടെ പ്രധാനപ്പെട്ട ഏതൊക്കെ മതങ്ങളാണ്? ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം തുടങ്ങിയ മതങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് ഏതിലൂടെ ചെയ്തത്? ജുഡായിസം എന്ന കൃതിയിലൂടെ വെബർ ചെയ്തത്. ജുഡായിസം ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് എ ഹെവൻ ഓൺ എർത്ത്. ഭൂമിയിലെ സ്വർഗം സൃഷ്ടിക്കുമെന്ന ആശയം ജുഡായിസം മുന്നോട്ട് വെച്ചു. അപ്പോൾ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം തുടങ്ങിയ മതവിഭാഗങ്ങളെ മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം ജുഡായിസം എന്നൊരു കൃതി രൂപം കൊടുത്തത്. മാത്രമല്ല അദ്ദേഹം പറയുകയാണ് ആ കൃതിയിലൂടെ, ജുഡായിസം ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് എ ഹെവൻ ഓൺ എർത്ത്. എന്താ ഹെവൻ ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ? ഭൂമിയിലെ സ്വർഗം സൃഷ്ടിക്കുന്നു എന്ന ആശയമാണ്. ഈ രണ്ട് മതങ്ങളിലൂടെ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്നു എന്നൊരാശയമാണ് അദ്ദേഹം ജുഡായിസത്തിന് നൽകിയത്. എൻകറേജിങ് പീപ്പിൾ ടു ആക്ടിവിറ്റി ട്രാൻസ്ഫോം ആൻഡ് മാസ്റ്റർ ദ വേൾഡ് റാദർ ദാൻ പാസീവ്ലി ആക്സെപ്റ്റ് ഇറ്റ്. അതേപോലെ തന്നെ ലോകത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിനെ സജീവമായി മാറുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ മനുഷ്യരെ പ്രോത്സാഹിപ്പിച്ചു. അതായത് വേൾഡിനോട് എങ്ങനെ പെരുമാറണം എന്നാണ് അദ്ദേഹം പറയണത്. അതായത് എൻകറേജിങ് പീപ്പിൾ ടു ആക്റ്റീവ്ലി ട്രാൻസ്ഫോം ആൻഡ് മാസ്റ്റർ ദ വേൾഡ് റാദർ ദാൻ പാസീവ്ലി ആക്സെപ്റ്റ് ഇറ്റ്. അതായത് സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ പെരുമാറണം എന്നാണ് അദ്ദേഹം ഈ ഒരു കൃതിയിലൂടെ പ്രസ്താവിച്ചത്. സമൂഹത്തെ നിയന്ത്രിക്കുകയും അതേപോലെ തന്നെ സമൂഹത്തിൽ ഇടപഴകി സമൂഹത്തോട് അത്രയധികം ബന്ധം പുലർത്തി നമ്മളുടെ ബിഹേവിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അദ്ദേഹം ഈ ഒരു ആൻഷ്യൻ്റ് ജുഡായിസം എന്ന കൃതിയിലൂടെ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഹെവൻ ഓൺ എർത്ത് എന്ന് പറയാനുള്ള കാരണം. ഭൂമിയിലെ സ്വർഗം സൃഷ്ടിക്കുന്നു എന്ന് പറയാനുള്ള കാരണം മാത്രമല്ല, അതിനെ സജീവമായി മാറുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ ആരെ പ്രോത്സാഹിപ്പിച്ചു? മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചു. And then next paragraph, a central feature of Judaism according to Weber was the role of ethical prophets. വെബറുടെ അഭിപ്രായത്തിൽ ജുഡായിസത്തിലെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എത്തിക്കൽ പ്രൊഫറ്റ്സ് ആയിരുന്നു. അതായത് പ്രൊഫറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ. എത്തിക്കൽ പ്രൊഫറ്റ്സ് എന്ന് പറഞ്ഞാൽ നൈതിക പ്രവാചകന്മാരെ കുറിച്ചാണ് അദ്ദേഹം ഈ ജുഡായിസത്തിൽ വ്യക്തമാക്കിയത്. A central feature of Judaism according to Weber was the role of ethical prophets. അതായത് എത്തിക്കൽ പ്രൊഫറ്റ്സുകളായിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ചാണ് വെബർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറി ആയിട്ടുള്ള ജുഡായിസത്തിൽ വ്യക്തമാക്കിയത്. The prophets act as a moral leaders who united followers through teachings that stressed ethical conduct and social justice. അവർ നൈതികതയും സാമൂഹ്യ നീതിയും ഊന്നിപ്പറഞ്ഞ അധ്യാപനങ്ങളിലൂടെ അനുയായികളെ ഐക്യപ്പെടുത്താൻ ശ്രമിച്ച ധാർമ്മിക നേതാക്കളായിരുന്നു. അവർ മോറൽ ലീഡേഴ്സാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രവാചകന്മാർ പ്രൊഫറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, അവരുടെ ആക്ട് എന്താണ്? മോറൽ ലീഡേഴ്സ്, ധാർമ്മിക നേതാക്കളായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതായത്
സമൂഹത്തിൽ നീതിയും അതേപോലെ തന്നെ സമൂഹത്തിലെ ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതിന് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന, ടീച്ചിങ് കൊടുക്കുന്ന ഒരു ധാർമ്മിക നേതാക്കളായിട്ടാണ് ആരെ കണക്കാക്കിയത്? ജുഡായിസത്തിലൂടെ പ്രൊഫറ്റ്സിനെ കണക്കാക്കിയത്. സോഷ്യൽ ജസ്റ്റിസ് നിലനിർത്തുന്നതിനും ധാർമ്മികത നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് മോറൽ ലീഡേഴ്സായിട്ടാണ് പ്രൊഫറ്റ്സുകളെ ഇതിൽ പരാമർശിക്കുന്നത്, ജുഡായിസത്തിലൂടെ വ്യക്തമാക്കുന്നത്. They addressed the oppressed and discontented peasant class of Palestine and criticized the sinful and corrupt lifestyle of the ruling urban elite. അതേപോലെ തന്നെ പലസ്തീനിലെ അസന്തുഷ്ടരും പീഡിതരുമായ കർഷക വർഗങ്ങളെ അവർ അഭിസംബോധന ചെയ്തു. നഗരങ്ങളിൽ താമസിച്ചിരുന്ന ഭരണവർഗത്തിൻ്റെ പാപപൂർണവും അധപതനമായ ജീവിതശൈലികളെ അവർ ശക്തമായി വിമർശിച്ചു. ഇപ്പോൾ പലസ്തീനിലെ അസന്തുഷ്ടരായിട്ടുള്ള പീഡിതരായിട്ടുള്ള കർഷക വർഗങ്ങളെ അഭിസംബോധന ചെയ്യുകയും അർബൺ മേഖലയിൽ താമസിക്കുന്ന ഭരണവർഗത്തിൻ്റെ പാപപരമായിട്ടുള്ള പ്രവർത്തികളെ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തു വെബർ. ഏതിലൂടെ? ഈ ജുഡായിസം എന്ന കൃതിയിലൂടെ. ആൻഡ് ദെൻ the prophets warned that God's anger would bring distinction unless society was recognized according to God's law. ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു സമൂഹം സ്ഥാപിക്കപ്പെടാത്ത പക്ഷം ദൈവകോപം നാടിനെ നശിപ്പിക്കുമെന്ന് പ്രൊഫറ്റ്സിലൂടെ ആരും മെസ്സേജ് നൽകി? ഈ മാക്സ് വെബർ മെസ്സേജ് നൽകി, മുന്നറിയിപ്പ് നൽകി. ദ പ്രൊഫറ്റ് വാണ്ട് ദാറ്റ് ഗോഡ്സ് ആങ്കർ, ഗോഡ്സ് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവകോപം. ഗോഡ്സ് ആങ്കർ വുഡ് ബ്രിങ് ഡിസ്ട്രക്ഷൻ അൺലെസ് സൊസൈറ്റി വാസ് റെക്കഗ്നൈസ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഒരു സമൂഹം പ്രവർത്തിക്കാതിരുന്നാൽ ദൈവകോപം നാടിനെ നശിപ്പിക്കുമെന്ന് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി എന്ന് വെബർ ഏതിൽ എഴുതി ചേർത്തു? ജുഡായിസത്തിൽ എഴുതി ചേർത്തു. അങ്ങനെ വെബർ ആർഗ്യൂഡ് ദാറ്റ് ദ എത്തിക്കൽ ആക്ടിവിസം ആൻഡ് എംഫസൈസ് ദ മസ്റ്ററിംഗ് ദ എൻവയോൺമെൻറ്റ് ലേറ്റർ ഇൻഫ്ലുവൻസ്ഡ് വെസ്റ്റേൺ സിവിലൈസേഷൻ. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിസ്ഥിതിയെ നിയന്ത്രിക്കണമെന്ന ആശയവും പാശ്ചാത്യ നാഗരികതയുടെ രൂപീകരണത്തിൻ്റെ വലിയ സ്വാധീനം ചെലുത്തുന്നതായി വെബർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതിരുന്നാൽ നാട് നശിച്ചു പോകുമെന്ന പ്രൊഫറ്റ്സുകളുടെ അഭിപ്രായത്തെ നിരാകരിക്കരുത് എന്നാണ് ആരിവിടെ പറയുന്നത്? വെബർ പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള രീതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇതിലൂടെയാണ് പരിസ്ഥിതിയെ നിയന്ത്രിക്കണമെന്ന ആശയവും അതേപോലെ തന്നെ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ രൂപീകരണത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. The tradition of ethical prophecy also became a key feature of Christianity and Islam. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും പ്രധാന സവിശേഷതയായിട്ടാണ്, ട്രഡീഷണൽ എത്തിക്സ് ആയിട്ടാണ് ആര് കണ്ടത്? വെബർ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ വെബർ വ്യക്തമാക്കിയത്. വെബർ കുഡ് നോട്ട് കംപ്ലീറ്റ് ഹിസ് സ്റ്റഡീസ് ഓൺ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ഡ്യൂ ടു ഹിസ് ഡെത്ത് ഇൻ 1920. അപ്പോൾ എന്താ പറയുന്നത്? ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും പ്രധാന സവിശേഷതയായിട്ട് അദ്ദേഹം കണക്കാക്കുകയും 1920 വെബറുടെ മരണം മൂലം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പൂർണ്ണമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആർക്കും സാധിച്ചില്ല? വെബറിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ക്യാപിറ്റലിസത്തിൻ്റെ ജനനവും വളർച്ചയും തമ്മിലുള്ള ബന്ധം അവതരിപ്പിക്കാനും കഴിഞ്ഞില്ല. ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അതേപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ചും കൂടുതൽ അദ്ദേഹം എഴുതണമെന്ന് വിചാരിച്ചിരുന്നു, കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ തൻ്റെ പഠനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 1920 അദ്ദേഹം മരണപ്പെട്ടു. മാത്രമല്ല ക്യാപിറ്റലിസത്തെക്കുറിച്ചും കൂടുതൽ വിവരിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല? വെബറിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏതിൽ തിയറിയിലൂടെ മനസ്സിലാക്കി തരുന്നത്? ആൻഷ്യൻ്റ് ജുഡായിസം എന്ന കൃതിയിലൂടെ വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്തിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നു? ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കാൻ സാധിച്ചില്ല എന്നാണ്
1920 അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രസ്താവിക്കാനും സാധിച്ചില്ല. ക്യാപിറ്റലിസത്തെക്കുറിച്ചും പ്രസ്താവിക്കാൻ ആർക്കും സാധിച്ചില്ല, വെബറിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൻഷ്യൻ്റ് ജുഡായിസത്തിൽ വരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് റോൾ ഓഫ് റിലീജിയൻ, അതായത് ദുർക്കെയിം ആൻഡ് വെബറിൻ്റെ അഭിപ്രായത്തിൽ മതപരമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിനെ കമ്പാരിസൺ ചെയ്യുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക്ക് എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. ദുർക്കെയിം ആൻഡ് വെബർ, യൂണിറ്റ് ഓഫ് അനാലിസിസ് ആൻഡ് റോൾ ഓഫ് റിലീജിയൻ. അതായത് ദുർക്കെയിമും വെബറും എന്തിന് അവിടെ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് ആൻഡ് റോൾ ഓഫ് റിലീജിയൻ, റിലീജിയൻ്റെ പങ്കിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ വിശകലനത്തെക്കുറിച്ചുമാണ് അവർ രണ്ടാളും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കൂ. എന്താ പറയുന്നത്? എമിലി ദുർക്കെയിം ആൻഡ് മാക്സ് വെബർ ഡിഫർ ഇൻ ദയർ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് റിലീജിയൻ. എമിലി ദുർക്കെയിമും അതേപോലെ തന്നെ മാക്സ് വെബറും മതപഠന സമീപനങ്ങൾ, അവരുടെ രണ്ടു പേരുടെയും റിലീജിയനെ കുറിച്ചുള്ള സ്റ്റഡി പഠനങ്ങൾ എങ്ങനെയാണ് എന്നാ പറയുന്നത്? വ്യത്യസ്തമാണ്. എമിലി ദുർക്കെയിം ആൻഡ് മാക്സ് വെബർ ഡിഫർ ഇൻ ദയർ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് റിലീജിയൻ. റിലീജിയനെ കുറിച്ചുള്ള എമിലി ദുർക്കെയിമിൻ്റെയും മാക്സ് വെബറിൻ്റെയും സ്റ്റഡി പഠനം എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ്. Durkheim studied religion in its most elementary form mainly in tribal society where collective life is strong. അതേപോലെ തന്നെ ദുർക്കെയിം മതത്തെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന രൂപത്തിൽ, അതായത് ആദിവാസി സമൂഹങ്ങളിലാണ് പഠിക്കാൻ ശ്രമിച്ചത്. ദുർക്കെയിം സ്റ്റഡീസ് റിലീജിയൻ ഇൻ ഈസ് മോസ്റ്റ് എലമെൻ്ററി ഫോം മെയിൻലി ഇൻ ട്രൈബൽ സൊസൈറ്റി വെർ കളക്റ്റീവ് ലൈഫ് ഈസ് സ്ട്രോങ്. അതായത് ട്രൈബൽ സമൂഹത്തിലൂടെയാണ് ദുർക്കെയിം ഏതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത്? മതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത്. ഹി വ്യൂസ് റിലീജിയൻ ആസ് എ കളക്റ്റീവ് ഫിനോമിനൻ ദാറ്റ് സ്ട്രെങ്തൻ സോഷ്യൽ ബോണ്ട് ആൻഡ് മെയിൻറ്റെയിൻസ് സോഷ്യൽ ഓർഡർ. അതുകൊണ്ട് തന്നെ മതം സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ സാമൂഹിക ക്രമം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായിട്ടുള്ള ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഭാസമാണ്. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളെ സ്ട്രെങ്തൻ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികപരമായിട്ടുള്ള സാമൂഹിക ക്രമത്തെ ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടമായ പ്രതിഭാസം അഥവാ കളക്റ്റീവ് ഫിനോമിനനായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ദുർക്കെയിം മതത്തെ കാണുന്നത്. അദ്ദേഹം മതത്തെക്കുറിച്ച് പഠിച്ചത് ഏതിലൂടെയാണ്? ട്രൈബൽ സമൂഹത്തെക്കുറിച്ചായിരുന്നു. മതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ട്രൈബൽ സൊസൈറ്റിയിലൂടെയാണ് മനസ്സിലാക്കിയത്. മാത്രമല്ല അദ്ദേഹം എന്താണ് പറയുന്നത്? ദുർക്കെയിം മതത്തെ അതിൻ്റെ അടിസ്ഥാന രൂപത്തിൽ ആദിവാസി സമൂഹങ്ങളിലൂടെ പഠിക്കുകയും അതേപോലെ മതം സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും സാമൂഹിക ക്രമം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടമായ പ്രതിഭാസമാണ്. ആൻഡ് ദെൻ ഫോർ ദുർക്കെയിം ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഓഫ് സൊസൈറ്റി. അതുകൊണ്ട് ദുർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ മതം സമൂഹത്തിൻ്റെ കൂട്ടബോധത്തിൻ്റെ ഒരു പ്രകടനമാണ്, കൂട്ടമായിട്ടുള്ള ബോധമാണ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവബോധം. അപ്പോൾ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൻ്റെ ഒരു കൂട്ടമായ, കളക്റ്റീവ് പറഞ്ഞാൽ കൂട്ടം, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബോധം. അപ്പോൾ കൂട്ടമായ ബോധത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ, പ്രകടനമാണ് മതം എന്നാണ് ദുർക്കെയിം അഭിപ്രായപ്പെട്ടത്. ഫോർ ദുർക്കെയിം ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഓഫ് സൊസൈറ്റി. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിലായിട്ട് വരുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ ഷോർട്ടായിട്ട് എന്താ പറയണത് നോക്കൂ. ഈ വെബറിൻ്റെ അവലോകനം കേട്ടോ. ഇത് എമിൽ ദുർക്കെയിമിൻ്റെ കാഴ്ചപ്പാടാണ് ടീച്ചർ പറഞ്ഞത്. ഇനി പറയുന്നത് വെബറിൻ്റെ കാഴ്ചപ്പാടാണ് മതത്തെക്കുറിച്ച് കേട്ടോ. വെബർ ഓൺ ദ അതർ ഹാൻഡ് ഫോക്കസ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് റിലീജിയൻ ആൻഡ് ദയർ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്.
വെബർ ലോകമതങ്ങളുടെ പ്രധാന സവിശേഷതകളും അവയുടെ ചരിത്രമായ വികാസവും പഠിക്കുന്നു. അദ്ദേഹം എമിലി ദുർക്കെയിം ട്രൈബൽസിനെ കുറിച്ചാണ് മതങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽസിനെ ഉപയോഗിച്ചതെങ്കിൽ വെബർ എന്താ ചെയ്തത്? ഫോക്കസ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് റിലീജിയൻ ആൻഡ് ദെയർ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. അദ്ദേഹം ലോകമതങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ ശ്രമിച്ചത്. എന്തിലൂടെ? ചരിത്രപരമായ വികസനത്തിലൂടെ. ഹി അനാലിസിസ് ഹൗ റിലീജിയൻ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ആക്ഷൻ ആൻഡ് ബ്രിങ്സ് അബൌട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച്. വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെയും മതം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് വെബർ മനസ്സിലാക്കിയത്. ഹി അനാലിസിസ് ഹൗ റിലീജിയൻ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ആക്ഷൻ. ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ മതം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സാമൂഹികമായിട്ടും സാമ്പത്തികപരമായിട്ടും അത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ആര് സ്റ്റഡി നടത്തിയത്? വെബർ പഠനം നടത്തിയത്. While Durkheim emphasized the integrative role of religion, Weber highlights its creative role in shaping new ways of thinking and acting. അതേപോലെ തന്നെ ദുർക്കെയിം മതത്തിൻ്റെ ഏകീകരണ പങ്ക്, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദുർക്കെയിം എടുത്തു പറയുമ്പോൾ വെബർ പുതിയ ചിന്താധാരകളും പ്രവർത്തന രീതികളും രൂപപ്പെടുത്തുന്നതിലുള്ള മതത്തിൻ്റെ പ്രാധാന്യമാണ് അവതരിപ്പിക്കുന്നത്. ദുർക്കെയിം മതത്തിൻ്റെ പങ്ക് എടുത്തു കാണിക്കുമ്പോൾ വെബർ എന്താ ചെയ്തത്? വെബർ പുതിയ ചിന്താധാരകളും ക്രിയേറ്റീവ് റോൾ ഇൻ ഷേപ്പിംഗ് ന്യൂ വേസ് ഓഫ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. വെബർ പുതിയ ചിന്താധാരകളും ചിന്താഗതികളും അതേപോലെ തന്നെ പ്രവർത്തന രീതികളും രൂപപ്പെടുത്തുന്നതിലുള്ള മതത്തിൻ്റെ പങ്ക് വ്യക്തമാക്കാനാണ് ശ്രമിച്ചത്. വെബർ പുതിയ കാഴ്ചപ്പാടാണെങ്കിൽ ദുർക്കെയിം പഴയ കാഴ്ചപ്പാടാണ്. അത്രയേ ഉള്ളൂ മാറ്റട്ടോ. ദുർക്കെയിം ട്രൈബൽസിലൂടെയാണ് സ്റ്റഡി നടത്തിയതെങ്കിൽ വെബർ ലോകത്തെ മൊത്തം മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വെബർ എന്താ ചെയ്തത്? വേൾഡിനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതാണ് ദുർക്കെയിമിൻ്റെയും വെബറിൻ്റെയും മതപരമായിട്ടുള്ള പങ്കിനെ കുറിച്ചിട്ടുള്ള വിശകലനമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഗോഡ്സ്, സ്പിരിറ്റ് ആൻഡ് പ്രൊഫറ്റ്സ്. എന്തൊക്കെയാണ് ഗോഡ്സ്, സ്പിരിറ്റ്, പ്രൊഫറ്റ്സ് തുടങ്ങി ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പോൾ നമ്മൾ ദുർക്കെയിമും വെബറും ഗോഡ്സിനെയും സ്പിരിറ്റിനെയും പ്രൊഫറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവാചകനെയും എങ്ങനെയൊക്കെയാണ് വിശദീകരണം നൽകുന്നത് എന്നാണ് നമ്മളിനി സ്റ്റഡി നടത്തുന്നത്. നോക്കൂ, ഗോഡ്, സ്പിരിറ്റ് ആൻഡ് പ്രൊഫറ്റ്സ്. ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ദൈവം, സ്പിരിറ്റ് പറഞ്ഞാൽ ആത്മാവ്, പ്രൊഫറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. അപ്പോൾ ഈ പ്രവാചകനെ കുറിച്ചും അതേപോലെ തന്നെ ഗോഡ്സിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്പിരിറ്റ് ആത്മാവിനെ കുറിച്ചൊക്കെ വെബറും അതേപോലെ തന്നെ ദുർക്കെയിമും ഏതൊക്കെ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എമിലി ദുർക്കെയിം ആൻഡ് മാക്സ് വെബർ offer different interpretations of God's spirit and prophets in religion. അതായത് എമിലി ദുർക്കെയിമും അതേപോലെ തന്നെ മാക്സ് വെബറും റിലീജിയനിലെ മതത്തിലൂടെ ദൈവത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നൽകുന്നത്. ഡിഫറൻ്റ് ഇൻ്റർപ്രിറ്റേഷൻ, അതായത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ എമിലി ദുർക്കെയിമും മാക്സ് വെബറും ഗോഡ്സിനെ കുറിച്ചും സ്പിരിറ്റിനെ കുറിച്ചും പ്രൊഫറ്റ്സിനെ കുറിച്ചും മതപരമായ കാര്യങ്ങളിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഇനി എമിലി ദുർക്കെയിമിന് ഏത് രീതിയിലാണ് ഈ മൂന്ന് രൂപങ്ങളെയും പറയുന്നത് നമുക്ക് നോക്കാം. ദുർക്കെയിം ഡിഫൈൻസ് ദാറ്റ് റിലീജിയൻ ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ഗോഡ്സ് ഓർ സ്പിരിറ്റ്. അതായത് ദുർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ മതം പ്രധാനമായും ദൈവങ്ങളെയോ ആത്മാക്കളെയോ കുറിച്ചല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ദുർക്കെയിം ഡിനൈഡ് ചെയ്യുന്നു എന്തിനെക്കുറിച്ച്? റിലീജിയൻ ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ഗോഡ്സ് ഓർ സ്പിരിറ്റ്. അതായത് ദുർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ മതം പ്രധാനമായും
ദൈവങ്ങളോ ആത്മാക്കളോ കുറിച്ചല്ല. പിന്നെന്താണ്? ദ റിയൽ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഓഫ് സൊസൈറ്റി സെൽഫ്. അത് ആരാധിക്കപ്പെടുന്നതിലൂടെയും സമൂഹം തന്നെയാണെന്ന് അത് മറ്റ് വിശുദ്ധ ചിഹ്നങ്ങളിലൂടെയും അത് പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. സിംബോളിക്കലി റെപ്രസെൻറ്റഡ് ത്രൂ സാക്രഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ദുർക്കൈമിൻ്റെ അഭിപ്രായത്തിൽ ഗോഡ്സിനെയും സ്പിരിറ്റിനെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, മതപരമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. മതം പ്രധാനമായും ദൈവങ്ങളെയും ആത്മാക്കളെയും കുറിച്ചല്ല. മതത്തിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? വർഷിപ്പ്, ആരാധിക്കപ്പെടുന്നത് സമൂഹം തന്നെയാണെന്നും അത് സേക്രഡ് ഒബ്ജക്റ്റ്, അതായത് വിശുദ്ധ ചിഹ്നങ്ങളിലൂടെയാണ് അത് പ്രതിനിധീകരിക്കപ്പെടുന്നു എന്നും അദ്ദേഹം വാദിക്കുന്നു. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് ഗോഡ്സിനെയോ അതേപോലെ തന്നെ ആത്മാക്കളെയോ കുറിച്ചല്ല ഉൾക്കൊള്ളുന്നത്. അത് മതത്തിൽ ആരാധിക്കപ്പെടുന്നത് സമൂഹം തന്നെയാണെന്നും അത് വിശുദ്ധ ചിഹ്നങ്ങളിലൂടെ പ്രതിനിധീകരിക്കുന്നു എന്നുമാണ് ആര് വാദിച്ചത്? ദുർക്കൈം വാദിച്ചത്. മാത്രമല്ല അദ്ദേഹം പറയാണ്, ഇൻ ട്രൈബൽ റിലീജിയൻ ദിസ് ഈസ് ക്ലിയർലി സീൻ ഇൻ ദ ടോട്ടോമിസം. ടോട്ടോമിസം എന്താന്ന് പറഞ്ഞതാണ്? വേർ ദ ടോട്ടോം റെപ്രസെന്റ് ദ ക്ലാൻ. അതായത് ഗോത്രമതങ്ങളിൽ ടോട്ടോമിസം വഴിയാണ് ഈ അവരുടെ ആരാധന നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സമൂഹം ഗോഡ്സിലൂടെയോ സ്പിരിറ്റിലൂടെയോ അല്ല പരിഗണന നൽകുന്നത്. സമൂഹം ആരാധന നടത്തുന്നുണ്ട്. എന്തിനെ വെച്ചിട്ട്? സിംബലുകളിലൂടെ. അതായത് സിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതിരൂപത്തിലൂടെ ആരാധന നടത്തുകയാണ് സമൂഹം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ നേരത്തെ പറഞ്ഞു, ദുർക്കൈം ട്രൈബൽ മതത്തെ പഠിക്കാൻ വേണ്ടി ട്രൈബൽ സമൂഹത്തെ കുറിച്ച് പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ട്രൈബൽ സമൂഹത്തിലൂടെ എങ്ങനെയാണ് മതത്തെ വ്യാഖ്യാനിക്കുന്നത്? ഇൻ ട്രൈബൽ religion this is clearly seen in totemism. അതായത് ഗോത്രമതങ്ങളിൽ ടോട്ടോമിസം വഴിയാണ് എന്ത് കാണുന്നത്? മതപരമായ പ്രവർത്തനങ്ങൾ കാണുന്നത്. ടോട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു രൂപം. ടോട്ടം റെപ്രസെന്റ് ദ ക്ലാൻ. ഒരു പ്രതീകമാണ്. ടോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. ടോട്ടം റെപ്രസെന്റ് ദ ക്ലാൻ. ടോട്ടം ഈസ് സാക്രഡ് നോട്ട് ബിക്കോസ് ഓഫ് ആനിമൽ ഇറ്റ് സെൽഫ്. അത് ഒരു മൃഗമായതിനാലല്ല. അത് അപ്പോൾ ടോട്ടം എന്ന് പറയുന്നത് ഒരു ഡസ് നോട്ട് ആനിമൽ. അതായത് അതൊരു മൃഗമൊന്നുമല്ല. ടോട്ടം ഈസ് സാക്രഡ് നോട്ട് ബിക്കോസ് ഓഫ് ദ ആനിമൽ ഇറ്റ് സെൽഫ് ബട്ട് ബിക്കോസ് ഇറ്റ് ഈസ് സിംബോളിസിസ് ഓഫ് ദ ആനിമൽ ഇറ്റ് സെൽഫ്. അതായത് ഗോത്രമതങ്ങളിൽ ഇത് ടോട്ടോമിസം വഴി വ്യക്തമായി കാണാമെന്നും ടോട്ടം ഗോത്രത്തിൻ്റെ ഒരു പ്രതീകമാണ്. അത് മൃഗമായതിനാലല്ല, അത് സമൂഹ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് അതിനെ വിശുദ്ധമാക്കുന്നത്. വിശുദ്ധ മൃഗത്തെ ബലി നൽകുക. അതേപോലെ തന്നെ അപ്പോൾ ഒരു പ്രതീകമായിട്ടാണ് ഈ ട്രൈബൽസ് എന്ത് ചെയ്യുന്നത്? ടോട്ടോമിനെ കാണുന്നത്. മാത്രമല്ല സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് എന്തിനെ പരിഗണിക്കുന്നത്? ഈ ടോട്ടോമത്തെ പരിഗണിക്കുന്നത്. ഇതൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്? ഏതിലൂടെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? ട്രൈബൽസിലൂടെ പഠനം നടത്തിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സ്പിരിറ്റിനെയും ഗോഡിനെയും അല്ല പരിഗണിക്കുന്നത്, സാമൂഹികപരമായിട്ടുള്ളൊരു വർഷിപ്പാണ് നടത്തപ്പെടുന്നത്. ആ വർഷിപ്പ് എന്ന് പറയുന്നത് സിംബലിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രതീകാത്മകമായിട്ടാണ്. ഇനി സിംബൽ എന്ന് പറഞ്ഞാൽ ടോട്ടം. ഇനി ടോട്ടം എന്ന് പറയുമ്പോൾ അതൊരു പ്രതീകമാണ്. ആ പ്രതീകത്തിലൂടെ ആരാധന നടത്തുകയും ആ പ്രതീകം അത് ടോട്ടം ഗോത്രത്തിൻ്റെ പ്രതീകമായിട്ടും അതൊരു മൃഗമായതിനാലല്ല, അത് സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് അതിനെ സേക്രഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. ബട്ട് ബിക്കോസ് ഇറ്റ് സിംബോളിസിസ് ഓഫ് ദ ആനിമൽ ഇറ്റ് സെൽഫ് ബിക്കോസ് ഇറ്റ് സിംബോളൈസസ് ദ കളക്റ്റീവ് ലൈഫ് ആൻഡ് യൂണിറ്റി ഓഫ് ദ ക്ലാൻ. അതുകൊണ്ട് തന്നെ സമൂഹ ഐക്യത്തിൻ്റെ പ്രതീകമായതിനാലാണ് അതെന്താകുന്നത്? വിശുദ്ധമാകുന്നത്. സാമൂഹിക ഐക്യത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ് അതെന്താണെന്ന് പറയാനുള്ള കാരണം സേക്രഡ് ആണ്, വിശുദ്ധമാകുന്നത്. മാത്രമല്ല റിച്വൽ സച്ച് ആസ് സാക്രിഫിഷ്യൽ കില്ലിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് സാക്രഡ് ആനിമൽ. അതായത് സാക്രഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ മൃഗത്തെ ബലി നൽകുന്നത്, പങ്കിട്ടു കഴിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ ഗോത്രങ്ങൾക്കിടയിൽ സാമൂഹിക ശക്തി അഥവാ ഐക്യം ഉണ്ടാക്കാൻ കാരണമാകുന്നു. റിച്വൽ സച്ച് ആസ് സാക്രിഫിഷ്യൽ കില്ലിംഗ്
അതായത് ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഗോത്രവർഗ്ഗക്കാർക്കിടയിലാണ് ഈ ബലിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. പത്രത്തിലുള്ള വിശുദ്ധ മൃഗത്തെ ബലി നൽകുകയും അത് എന്ത് ചെയ്യുന്നു, പങ്കിട്ട് കഴിക്കുകയും ചെയ്യുമ്പോൾ അത്തരം ചടങ്ങുകൾ ഗോത്രങ്ങൾക്കിടയിൽ എന്ത് രൂപപ്പെടാൻ കാരണമാകുന്നു, ഒരു സോഷ്യൽ യൂണിറ്റി അഥവാ സോഷ്യൽ സോളിഡാരിറ്റി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ വിശുദ്ധ മൃഗത്തെ ബലി നൽകുകയും പങ്കിട്ടു കഴിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ ഗോത്രങ്ങൾക്കിടയിൽ സാമൂഹിക ഐക്യം ശക്തിപ്പെടാൻ കാരണമാകുന്നു. ആൻഡ് ദെൻ ഇനി വെബറിൻ്റെ വ്യൂ നോക്കാട്ടോ. വെബർ ഓൺ ദ അതർ ഹാൻഡ് ഡസ് നോട്ട് റിജക്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിറ്റ്, ഗീവ് സ്പെഷ്യൽ എംഫസൈസ് ടു പ്രൊഫറ്റ്സ്. അപ്പോൾ വെബർ ഓൺ ദ അതർ ഹാൻഡ് ഡസ് നോട്ട് റിജക്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്സ് ആൻഡ് സ്പിരിറ്റ് ആൻഡ് ഗീവ് സ്പെഷ്യൽ എംഫസൈസ് ടു പ്രൊഫറ്റ്സ്. അതായത് ദുർക്കമിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെബർ പ്രൊഫറ്റ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. സ്പെഷ്യൽ എംഫസിസ് ടു പ്രൊഫറ്റ്സ്. പ്രൊഫറ്റ് എന്താ, പ്രവാചകന്മാർ. പ്രവാചകനാണ് വെബർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. ഗോഡ്സിനും സ്പിരിറ്റിനും വലിയ പ്രാധാന്യമൊന്നും ആര് നൽകിയിരുന്നില്ല, വെബർ നൽകിയിരുന്നില്ല. വെബർ കൂടുതൽ എംഫസൈസ് ചെയ്തത്, ഉയർത്തിക്കാണിച്ചത് എന്തിനായിരുന്നു, പ്രവാചകനാണ് പ്രാധാന്യം കൊടുത്തത്. ഹി ആർഗ്യൂസ് ദാറ്റ് മേജർ വേൾഡ് റിലീജിയൻ ലൈക്ക്, അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം ഏതൊക്കെ മതങ്ങളാണ് നിലകൊള്ളുന്നത്, ജുഡായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം വേർ ഷേപ്ഡ് ബൈ കരിസ്മാറ്റിക് എത്തിക് പ്രൊഫറ്റ്സ് സച്ച് ആസ് എബ്രഹാം, അതേപോലെ തന്നെ മോശെ, യേശു, ജീസസ് എന്ന് പറഞ്ഞാൽ യേശു ആൻഡ് മുഹമ്മദ്. അപ്പോൾ അദ്ദേഹം വെബർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു. ഏതൊക്കെ മതങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം പോലുള്ള ലോകമത വേൾഡ് റിലീജിയൻസിനും, അതേപോലെ തന്നെ ഈ ഒരു കരിസ്മാറ്റിക് പ്രവാചകന്മാരിലൂടെയാണ് ഇവയൊക്കെ വികസിച്ചത് എന്ന് അദ്ദേഹം പറയുകയും, അതേപോലെ എബ്രഹാം, മോശെ, ജീസസ്, മുഹമ്മദ് നബി എന്നിവരെ എന്തായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചു, എന്നിവരെ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ഇവരെല്ലാം ദൈവം എന്ന് പറയണില്ല, ഇവരൊക്കെ ദൈവവുമായി അടുത്ത് ഇടപഴകിയ പ്രവാചകന്മാരാണ്. എബ്രഹാമും അതേപോലെ തന്നെ മോശയും ജീസസ് എന്ന് പറഞ്ഞാൽ യേശു, മുഹമ്മദ് നബി. അപ്പം ഇവരൊക്കെ പ്രവാചകന്മാരായിട്ടാണ് വെബർ കൺസിഡർ ചെയ്തത്. മാത്രമല്ല ഇവരെയൊക്കെ ദൈവത്തോട് അത്രയധികം അടുത്ത് ഇടപഴകിയത് കൊണ്ടാണ് ഇവരേനൊക്കെ എന്തായിട്ട് അറിയപ്പെടാനുള്ള കാരണം, പ്രൊഫറ്റ്സ് എന്നറിയപ്പെടാനുള്ള കാരണം എന്നും ആര് വ്യാഖ്യാനിച്ചു, വെബർ വ്യാഖ്യാനിച്ചു. These prophets are believed to have directly communicated with God and played a crucial role in spreading religious ideas and ethical teaching. അതേപോലെ മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഇവർക്ക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ പ്രൊഫറ്റ്സ് മാത്രമല്ല അദ്ദേഹം ഈ എബ്രഹാം, മോശെ, ജീസസ്, മുഹമ്മദ് തുടങ്ങിയ എന്നിവരേനെ അവരെയൊക്കെ ആരുമായി സംസാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഗോഡുമായിട്ട്, ദൈവവുമായിട്ട് അവരൊക്കെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട് എന്നും മാത്രമല്ല അടുത്തിടപഴകുകയും അതിലൂടെ അവർ ഇവിടെ എന്ത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു, റിലീജിയസ് ഐഡിയാസുകൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം വ്യാഖ്യാനിച്ചു. പിന്നെന്താണ് പറയുന്നത്, thus while Durkheim focus on the social function of religion, Weber highlight the role of individual, especially prophets, in the development and propagation of religious belief. അതിനാൽ ദുർക്കൈം മതത്തിൻ്റെ സാമൂഹിക സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വെബർ മതത്തിൻ്റെ വളർച്ചയിൽ വ്യക്തികളുടെ പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പങ്കാണ് ഊന്നിപ്പറയുന്നത്. ദുർക്കൈം ഫോക്കസ് ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു, സാമൂഹിക സ്വഭാവത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സോഷ്യൽ ഫങ്ഷൻ ഓഫ് റിലീജിയൻ, മതത്തിൻ്റെ സോഷ്യൽ ഫങ്ഷനാണ് ദുർക്കൈം ഇമ്പോർട്ടൻ്റ് കൊടുത്തതെങ്കിൽ വെബർ എന്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്, വെബർ മതത്തിൻ്റെ വളർച്ചയിലെ വ്യക്തികളുടെ പ്രത്യേകിച്ച് പ്രൊഫറ്റ്സുകളുടെ പങ്കിനാണ് പ്രാധാന്യം കൊടുത്തത്. ദുർക്കൈം പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്, സോഷ്യൽ ഫങ്ഷന്. എന്നാൽ
വെബർ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? പ്രൊഫറ്റ്സിനായിരുന്നു. അതായത് വെബർ ഹൈലൈറ്റ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പെഷ്യലി പ്രൊഫറ്റ്സ്. ദുർക്കൈം ഇമ്പോർട്ടൻ്റ് കൊടുത്തത് സോഷ്യൽ ഫങ്ഷൻ ആണെങ്കിൽ വെബർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് എന്തിനായിരുന്നു? പ്രൊഫറ്റ്സിനായിരുന്നു. അതായത് പ്രവാചകന്മാർക്കാണ് ആര് പ്രാധാന്യം കൊടുത്തത്? വെബർ പ്രാധാന്യം കൊടുത്തത്. ദുർക്കൈം മതത്തെക്കുറിച്ച് പഠിച്ചത് ഗോത്രവർഗ്ഗങ്ങളിലൂടെയും ആ ഗോത്രവർഗ്ഗങ്ങൾ ആരാധിച്ചിരുന്ന ടോട്ടോമിഫത്തിനെയും അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക ബലിധർമ്മങ്ങളെക്കുറിച്ചൊക്കെയാണ് ദുർക്കൈം വ്യാഖ്യാനിച്ചതെങ്കിൽ വെബർ ജീസസിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും മോശഫിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചൊക്കെയാണ് ആര് വ്യാഖ്യാനിച്ചത്? വെബർ വ്യാഖ്യാനിച്ചത്. മാത്രമല്ല അവർ ഈ പറയുന്ന പ്രവാചകന്മാരൊക്കെ ദൈവവുമായിട്ട് അടുത്ത് ഇടപഴകിയവരാണെന്നും അതിലൂടെ അവർ നമുക്ക് റിലീജിയസ് ഐഡിയാസുകൾ തന്നു എന്നുമാണ് ആര് പറയുന്നത്? വെബർ പറയുന്നത്. മാത്രമല്ല ദുർക്കൈമിൻ്റെ കാഴ്ചപ്പാട് ഒരു സോഷ്യൽ ഫങ്ഷൻ ആണെങ്കിൽ വെബറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പ്രൊഫറ്റ്സ് ആണ്. പ്രവാചകന്മാർക്കാണ് വെബർ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് അവരുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം, പേഴ്സ്പെക്റ്റീവ് ഓൺ റിലീജിയൻ, അതായത് മതപരമായ കാഴ്ചപ്പാട് എമിലി ദുർക്കൈമും വെബറും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ആ ഒരു പട്ടിക, ഒരു ടേബിളും കൂടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആകും. ഓക്കെ. ഹായ് കുട്ടികളെ, ഈ യൂണിറ്റിലെ 10th യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് മാക്സ് വെബറും അതേപോലെ എമിലി ദുർക്കൈമും അവരുടെ രണ്ടാളുടെയും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. പേഴ്സ്പെക്റ്റീവ് ഓൺ റിലീജിയൻ, അതായത് അവരുടെ മതത്തെക്കുറിച്ചുള്ള രണ്ടു പേരുടെയും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. എമിലി ദുർക്കൈം റിലീജിയത്തെ ഏത് രീതിയിലാണ് കണ്ടിരുന്നത് എന്നും മാക്സ് വെബർ മതത്തെ ഏത് രീതിയിലാണ് കണ്ടിരുന്നത് എന്നും മാക്സ് വെബർ ആയാലും എമിലി ദുർക്കൈം ആയാലും അവരുടെ രണ്ടു പേരുടെയും ആ കാഴ്ചപ്പാടിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിനി അനലൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എമിലി ദുർക്കൈം. എമിലി ദുർക്കൈം റിലീജിയനെ കണ്ടത് സ്റ്റഡീഡ് പ്രിമിറ്റീവ് റിലീജിയൻ എന്നാണ് പറയുന്നത്. എമിലി ദുർക്കൈമിൻ്റെ കാഴ്ചപ്പാടിൽ മതം എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ്, എന്താ പ്രിമിറ്റീവ് പറഞ്ഞാൽ പ്രാകൃതമാണ്. എമിലി ദുർക്കൈമിൻ്റെ കാഴ്ചപ്പാടിൽ മതത്തെ എമിലി ദുർക്കൈം വ്യാഖ്യാനിച്ചത് ഏതിലൂടെയാണ്? ഒരു പ്രാകൃത രീതിയിലൂടെയാണ്. ഞാൻ പറഞ്ഞിരുന്നു ട്രൈബൽസിനെ കുറിച്ച് മതത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രൈബൽസിൻ്റെ ഇടയിലാണ് പോയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എമിലി ദുർക്കൈമിൻ്റെ കാഴ്ചപ്പാടിൽ റിലീജിയൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു പ്രിമിറ്റീവാണ്, ഒരു പ്രാകൃതമായിരുന്നു. എന്നാൽ മാക്സ് വെബർ മതത്തെ പഠിച്ചത് എങ്ങനെയാണ്? വേൾഡ് റിലീജിയൻ ആയിട്ടാണ്. ലോകമതത്തെക്കുറിച്ചാണ് മാക്സ് വെബർ പഠിച്ചത്. എന്നാൽ എമിലി ദുർക്കൈം മതത്തെക്കുറിച്ച് പഠിച്ചത് എങ്ങനെയാണ്? ഒരു പ്രിമിറ്റീവ് കൺസെപ്റ്റിലൂടെയാണ്. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, വീവ് റിലീജിയൻ ആസ് ഓൺ എക്സ്പ്രഷൻ ഓഫ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്, ഒരു സാമൂഹിക ബോധം. അതായത് മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കൂട്ടമായിട്ടുള്ള ബോധത്തിലൂടെ ആയിരുന്നു എമിലി ദുർക്കൈം മതത്തെ കണ്ടിരുന്നത്. എന്നാൽ മാക്സ് വെബർ മതത്തെ കാണുന്നത് ഏത് രീതിയിലാണ്? വീവ് റിലീജിയൻ ഇൻ റിലേഷൻ ടു പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ചരിത്രപരമായുമാണ് മാക്സ് വെബർ എന്തിനെ കണ്ടത്? റിലീജിയനെ വിശദീകരിച്ചത്. എന്നാൽ അപ്പോൾ 2 പോയിന്റുകളിൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇനി തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? സ്ട്രിക്റ്റ്ലി അവോയ്ഡ് യൂസിങ് കൺസെപ്റ്റ് ലൈക്ക് ഗോഡ്, സ്പിരിറ്റ്, പ്രൊഫറ്റ്. എമിലി ദുർക്കൈം സ്ട്രിക്റ്റ്ലി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്തിനെ അവോയ്ഡ് ചെയ്തു? ഗോഡ്സ്, സ്പിരിറ്റ്, പ്രൊഫറ്റ്സ്, ദൈവം, ആത്മാവ്, പ്രവാചകൻ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ എമിലി ദുർക്കൈം അവോയ്ഡ് ചെയ്തു. എന്നാൽ മാക്സ് വെബർ എന്താ ചെയ്തത്? മേക്ക് യൂസ് ഓഫ് ദിസ് കൺസെപ്റ്റ്. ഈ 3 ആശയങ്ങളെ ഏറ്റവും കൂടുതൽ മാക്സ് വെബർ ഉപയോഗിച്ചത് പ്രൊഫറ്റ്സ് ആണ് കേട്ടോ. പ്രൊഫറ്റ്സ്, പ്രവാചകന്മാരെ കുറിച്ചാണ്. മാക്സ് വെബർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് പ്രൊഫറ്റ്സിനെ കുറിച്ചായിരുന്നെങ്കിൽ എമിലി ദുർക്കൈം ഈ 3 എണ്ണത്തിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ട്രൈബൽസിലൂടെയാണ്
ടോട്ടോമിസത്തിലൂടെയും ട്രൈബൽസിലൂടെയാണ് മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ആൻഡ് എമിലി ദുർക്കൈമിൻ്റെ കാഴ്ചപ്പാട് അടുത്തത് ഫോർത്ത് പോയിന്റ്സ് ആണ്. കൺസിഡർഡ് സയൻസ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് റിലീജിയൻ, സീ നോട്ട് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദം. അതായത് അദ്ദേഹം സയൻസിനെ മതവുമായിട്ട് എങ്ങനെ പറയുന്നത്, കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, മതവും റിലീജിയനും സയൻസും തമ്മിൽ യാതൊരു സംഘർഷവും ഇല്ല എന്നാണ് എമിലി ദുർക്കൈം പറയുന്നത്. എന്നാൽ മാക്സ് വെബർ പറയുന്നത് സയൻസും റിലീജിയനും കോൺട്രാസ്റ്റ് ടു ഈച്ച് അതർ, വൈരുദ്ധ്യമുണ്ട് എന്നാ പറയുക, വിരുദ്ധമാണ് എന്നാ പറയണത്. എമിലി ദുർക്കൈം റിലീജിയനും സയൻസും തമ്മിൽ നോ കോൺഫ്ലിക്റ്റ്, യാതൊരുവിധ സംഘർഷവുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ മാക്സ് വെബർ സയൻസും റിലീജിയനും തമ്മിൽ എന്തുണ്ട് എന്നാ പറയുന്നത്, കോൺട്രാസ്റ്റ് ടു ഈച്ച് അതർ, വിരുദ്ധമാണ്. സയൻസും റിലീജിയനും പരസ്പരം കോൺട്രാസ്റ്റ് ആണ് അഥവാ വിരുദ്ധമാണ് എന്നാണ് ആര് പറയുന്നത്, മാക്സ് വെബർ പറയുന്നത്. അപ്പം ഈ 4 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റിലീജിയനെ കുറിച്ച് മാക്സ് വെബറിൻ്റെയും എമിലി ദുർക്കൈമിൻ്റെയും പെർസ്പെക്റ്റീവുകൾ, കാഴ്ചപ്പാടുകളാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ എഴുതിയിട്ടിട്ടുള്ള ഈ 4 പോയിന്റ്സും. ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 145 പേജിലാണ് ഈ ഒരു ടോപ്പിക്ക് കിടക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 2 പേരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. എമിലി ദുർക്കൈം ഒരു പ്രാകൃത കാഴ്ചപ്പാടും അതേപോലെ തന്നെ ട്രൈബൽസിനെയൊക്കെയാണ് സ്റ്റഡി നടത്തിയതെങ്കിൽ മാക്സ് വെബർ മതത്തെക്കുറിച്ച് പഠിക്കാൻ ലോകത്തെ തന്നെ പഠനം നടത്തുകയാണ് ചെയ്തത് കേട്ടോ. അതേപോലെ തന്നെ എമിലി ദുർക്കൈമിൻ്റെ അദ്ദേഹം ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തതെങ്കിൽ മാക്സ് വെബർ പൊളിറ്റിക്സിനും എക്കണോമിക്സിനും ഹിസ്റ്ററിക്കും ഒക്കെയാണ് മാക്സ് വെബർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. എമിലി ദുർക്കൈം ഗോഡിനെയും സ്പിരിറ്റിനെയും പ്രൊഫറ്റ്സിനെയൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്തതെങ്കിൽ മാക്സ് വെബർ ഇത് 3 എണ്ണത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തു. മാത്രമല്ല പ്രൊഫറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തു. അതേപോലെ തന്നെ സയൻസും റിലീജിയനും കോൺഫ്ലിക്റ്റ് ഇല്ല എന്നാണ് എമിലി ദുർക്കൈം പറയുന്നതെങ്കിൽ മാക്സ് വെബർ പറയുന്നത് അവ തമ്മിൽ എന്തുണ്ട് എന്നാ പറയുന്നത്, കോൺട്രാസ്റ്റ് ഉണ്ട്, അതാ വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, മാക്സ് വെബർ പറയുന്നത്. അപ്പോൾ 10th യൂണിറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾക്ക് ഈ ഒരു ബുക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡിലെ 2 യൂണിറ്റും കൂടി എടുക്കാനുള്ളൂ. യൂണിറ്റ് 11 ക്യാപിറ്റലിസത്തെ കുറിച്ചാണ്. വെബറിൻ്റെയും മാക്സ് വെബറിൻ്റെയും കാറൽ മാക്സിൻ്റെയും കാഴ്ചപ്പാടുകളിലൂടെ മുതലാളിത്തത്തെക്കുറിച്ചാണ് നമുക്കിനി അനലൈസ് ചെയ്യാനുള്ളത് കേട്ടോ. അത് നമുക്ക് എന്തായെന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ എന്തായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.